അപ്പൊ ഇനി നമ്മൾ പുറത്തോട്ട് തള്ളിയിട്ട് തുമ്പ് ഇതാ നേരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ടക്ക് വരുന്നുണ്ട്. അപ്പൊ ടക്ക് നമ്മളെ ഷേപ്പിന്റെ നേർ പകുതി പറഞ്ഞു ഓരോരുത്തർ, പക്ഷെ അത് വേണ്ട. പകുതിയിൽ വരുമ്പോ എത്ര വരുന്നത്? 4 ഇഞ്ചൊക്കെ വരും, 8 ഇഞ്ചിൽ വരും. 3.5 ഇഞ്ചാണ് ടക്കിന്റെ കണക്ക്. അത് 15 ഇഞ്ച് വൺ സൈഡ് വരുന്നവർക്ക് 3.5, 3.25, അതായത് 16, 17 ഷേപ്പൊക്കെ വരുന്നവർക്ക് 4, 4.25 വരും ടക്ക്. ഇത് നമുക്ക് 3.5 ഇഞ്ച് മതി ടക്ക്. അപ്പൊ ടക്ക് എന്ത് ചെയ്യാൻ നേരെ പുറഭാഗത്തു നിന്നല്ല വെക്കേണ്ടത്, നമ്മുടെ ഡബിൾ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കും. ഇങ്ങനെ മാർക്ക് കൊടുക്കുക. ഇനി ടക്കിന്റെ ലോങ് കണക്കാക്കേണ്ടത് നമ്മുടെ ഡോട്ട് പോയിന്റ് എന്ന് പറയും, ലേഡീസിന്റെ ഡോട്ട് പോയിന്റ്. അത് നമുക്ക് വരുന്നത് ഒരു ഏകദേശം നമ്മളെ 36 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരാൾക്ക് 10.5 ഇഞ്ച് വരും ഡോട്ട് പോയിന്റ്. അപ്പൊ 10 ഇഞ്ച് അത് നമ്മുടെ കഴുത്തിന്റെ അവിടെ നിന്ന്, ഷോളറിന്റെ അവിടെ നിന്നാണ് വരുന്നത് 10.5 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് അതേ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ടക്കിന് നമ്മൾ ടക്കിടാൻ വേണ്ടിയിട്ട് ഇതിന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു വര അടിച്ചു. ഇനി നമ്മൾ അരയിഞ്ചാണ് ടക്ക് ഇട്ടിരിക്കുന്നത്. ആ ടക്കിന് അരയിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, അരയിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ വേണമെങ്കിൽ ഈ 5 മാർക്കിലോട്ട് ചെരിച്ചൊരു വര ഇങ്ങനെ ഇട്ടു. ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യാറില്ല, കാരണം കുറച്ച് പ്രാക്ടീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കിങ് കാണിച്ചിരുന്നത്. നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ അരയിഞ്ച് ഇങ്ങനെ പിടിച്ചിട്ട് ടക്ക് ഇടലാണ് ചെയ്യുന്നത്. ഇത് അളവ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടക്ക് ഇട്ടത്. ഇനി നമുക്ക് റിഗാളിന്റെ അവിടെ ടക്ക് വരുന്നുണ്ട്. ആ ടക്ക് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഡോട്ട് പോയിന്റ് 10.5 ഇഞ്ച് എടുത്തു. അവിടുന്ന് നമുക്ക് ഇങ്ങനെ ക്രോസിങ്ങിൽ ഇങ്ങനെ 1.5 ഇഞ്ച് ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് റിഗാളിന്റെ അവിടെ നിന്നിട്ട് ഒരു 9 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇനി അതിൻ്റെ ഈ റിഗാളിന്റെ ഈ റൗണ്ടിൽ നിന്ന് വരണം ആ മാർക്കിങ്. റൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇത് ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് ടക്ക് പിടിക്കുന്നത്. ഇവിടെ അത്ര തന്നെ പിടിക്കണം, ഒരു 1/4 ഇഞ്ച് ടക്ക് പിടിച്ചാൽ മതി. അപ്പൊ അങ്ങനെ അടിക്കുന്ന സമയത്ത് വെറുതെ 1/4 ഇഞ്ചിൽ ഒന്ന് പിടിച്ചിട്ട് പിടിക്കുക. 100 പോയിന്റിന് ഇങ്ങനെ കൊണ്ടുവരണം ടക്ക്. ഈ ടക്ക് ഇടുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ എൻഡ് വരുമ്പോഴേക്ക് 100 പോയിന്റ് ആയിട്ട് വരണം കേട്ടോ. ഈ മാർക്കിന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ മാർക്കിൽ കറക്റ്റ് ആയിട്ട് വെക്കണം. 2 ടക്കും വന്ന് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിംഗ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാല്. അപ്പൊ ഫ്രണ്ടിന്റെ മാർക്കിങ് കഴിഞ്ഞു. ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രണ്ട് നേരെ ഷോൾഡർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റിഗാളിന്റെ വർക്ക് നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് കൂടെ ചെരിഞ്ഞ് തന്നെ വേണം കട്ടിങ് പോവാൻ. അളക്കേണ്ട ഇട്ടിട്ടുണ്ട്. കട്ടിങ്ങിന്റെ തുമ്പ് നമ്മൾ പുറത്ത് ചെയ്യുന്നത്. 2ാമത്തെ മാർക്കിലൂടെ കട്ടിങ്ങിന്റെ മാർക്കിംഗ് ആണ്, അതിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ടിട്ട് ഫ്രണ്ട് പീസ് നേരെ ഇങ്ങനെ എടുക്കുക. ബാക്കിലും ടക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അളവിന് മതി നമുക്ക് ബാക്കിലും ടക്കിന്. ഇനി നമുക്കിവിടെ ഹുക്കിന് 1 ഇഞ്ച് പുറത്തോട്ട് തള്ളിയിട്ട് കൊടുക്കണം. ബാക്കിൽ ഹുക്ക് വരുന്നുണ്ട്. ആ ഹുക്കിന് 1 ഇഞ്ച് പുറത്തോട്ട് തള്ളിയിട്ട് കിട്ടും. ഇനി നമ്മൾ ബാക്കിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ച് ബാക്കിൽ മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയം മാർക്ക് മാറി പോവാണെങ്കിൽ അവിടെ കത്രികയായിട്ട് വെറുതെ വെട്ടിട്ടു. ഇനി ശ്രദ്ധിക്കുക, നമ്മളെ വൈഡ് വരെ ലെവലാക്കിയിട്ട് കൊണ്ടുവരിക. ഈ വൈഡിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഷോൾഡറിന്റെ അടുത്തോട്ട് ഒരു 1/4 ഇഞ്ച് ചെരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടും ബാക്കും കൂടി ഷോൾഡറിന്റെ അവിടെ നിന്ന് റിഗാളിന്റെ അടുത്തോട്ട് ഒരേ ലെവലിൽ പോയാൽ മതി. താഴ്ഭാഗം അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യുക. സൈഡിൽ തുമ്പും ഒരേ ലെവലിൽ തുമ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്കിംഗ് ആണിത്. അവിടെ കത്രികയായിട്ട് ചോക്കേറ്റ് മാർക്ക് ചെയ്തുകൊണ്ട് മാഞ്ഞു പോവുകയാണെങ്കിൽ അതിന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇനി അത് മാർക്കിംഗ് ഒക്കെ പോകില്ല. ഇനി നമ്മളെ ടക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് പുറത്തോട്ടും 2 പുറത്തോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ടക്ക് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ കാണിച്ചു തരാം. എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചിട്ട്
വേണമെങ്കിൽ ഒന്ന് മുഖം വെച്ച് കൊടുത്ത് ഇതേ ലെവലിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ നൂൽ പോയിന്റിൽ വരണം. അപ്പൊ ഫ്രണ്ടും ബാക്കും ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി കഴുത്തിന്റെ കട്ടിങ് ആണ്. അപ്പൊ കഴുത്തിന്റെ കട്ടിങ് ഇതാ. ആദ്യം നമ്മൾ ഫ്രണ്ട് ബി ആണ്. അപ്പൊ ഫ്രണ്ട് കഴുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് കഴുത്ത് ഇതാ നേരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്താ വീച്ചിട്ട് എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ടേബിൾ ഇട്ട് നോക്കി നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇനി അടിക്കുമ്പോൾ ഒരു അരഞ്ച് കൂടെ തുമ്പ് ഇങ്ങനെ പുറത്തോട്ട് പോകും. അപ്പൊ നല്ല അത്യാവശ്യം വേർഡില് നല്ല ബി ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് അടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല വളഞ്ഞു തിരിഞ്ഞൊന്നും പോവാതെ റെഡിക്ക് തന്നെ അടിച്ചെടുക്കുക. ഇനി ബാക്ക് പീസ്, ബാക്ക് റൗണ്ട് മതി. ബാക്കിന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വൈഡിന്റെ മാർക്ക് ചെയ്യാൻ സൃഷ്ടിക്കുന്ന വെച്ചിട്ടുള്ള വൈഡിന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കൈ സ്ലീവാണ്. സ്ലീവിന് നമുക്ക് റിഗാർഡ് ഇങ്ങനെ 4 ആയിട്ട് മടക്കി റിഗാർഡ് കിട്ടൂല. അപ്പൊ ഇതിന്റെ ആ തുണി നമുക്ക് ഉണ്ട്. കയ്യാക്കാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. വലങ്ങിന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു 3 ഇഞ്ച് നേരെ താഴോട്ട് ഒരു 3 ഇഞ്ച് ഏകദേശം കറക്റ്റാക്കിയിട്ട് കണക്കാക്കിയിട്ട് ഒരു